ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 256. അനേക നിർദ്ദേശങ്ങൾ തുടർമാനമായി തിമോത്തിക്ക് എഴുതിയ ശേഷം ഒടുവിൽ തിമോത്തിയോട് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. 6-11 വാക്യങ്ങളിൽ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അനേകം സാക്ഷികളുടെ മുമ്പാകെ അത് ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇക്കാര്യത്തെക്കുറിച്ച്, അതായത് ഇവിടെ തിമോത്തിയോസിനെ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നതിനാൽ ദൈവസേവയിലായിരിക്കുന്ന, ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ മനുഷ്യൻ പിന്തുടരേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങൾ ഇവിടെ പൗലോസ് എടുത്തു പറയുകയാണ്. ഒന്ന്, നീതി, ഭക്തി എന്നിവ. അത് ദൈവോന്മുഖമായ മനോഭാവത്തെയാണ് പ്രകടമാക്കുന്നത്. അതുപോലെ വിശ്വാസം, സ്നേഹം എന്നിവ ക്രിസ്തീയ ജീവിതത്തിലെ ഉറവയുടെ ഒരു മൂലസ്ഥാനമാണ്. ക്ഷമ, സൗമ്യത എന്നിവ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, ഈ ലോകത്തിൻ്റെ ശത്രുതയെ നേരിടുന്ന വിശ്വാസിയുടെ മനോഭാവത്തെയും കാണിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഈ പറയപ്പെട്ട സദ്ഗുണങ്ങളെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ പോരാടുവാൻ പൗലോസ് നിർദ്ദേശിക്കുന്നു. സുവിശേഷ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന തിമോത്തിയോസിൻ്റെ ഉന്നത പദവിയെ വ്യക്തമാക്കുവാനാണ് അവനെ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പൗലോസ് സംബോധന ചെയ്യുന്നത്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവപുരുഷൻ എന്ന് പറയുന്ന സമാനമായ ഒരു പദമാണ് പൗലോസ് ഇവിടെ തിമോത്തിയോട് നിർദ്ദേശിക്കുന്നതും തിമോത്തിയെ വിളിക്കുന്നതും. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടമായിട്ടോ പോരാട്ടമായിട്ടോ ചിത്രീകരിക്കുന്നത് പൗലോസിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ തിമോത്തിയോസിനോട് നല്ല പോർ പൊരുതുവാൻ ആജ്ഞാപിക്കുന്ന പൗലോസ് 2 തിമോത്തിയിലേക്ക് വരുമ്പോൾ 4-7 താൻ തന്നെ നല്ല പോർ പൊരുതിയതായിട്ട് അവകാശപ്പെടുന്നുമുണ്ട്. ഒടുവിൽ പൗലോസ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേരു പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും അത് ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. ഉപനിധി എന്ന് പറഞ്ഞാൽ നിക്ഷേപം എന്നാണ് അർത്ഥം. തിമോത്തിയോസിനു വേണ്ടി ബാങ്കിൽ ഒരു സ്ഥിര നിക്ഷേപം ദൈവം ഇട്ടിരിക്കുന്നത് പോലെയാണ് ഈ വാക്കുകൾ. ആ നിക്ഷേപം അഥവാ ഈ ഉപനിധി ദൈവത്തിൻ്റെ സുവിശേഷമാണെന്നും അത് പരിശുദ്ധാത്മാവിനാൽ കാത്തുകൊള്ളണമെന്നും പൗലോസ് പിന്നാലെ വ്യക്തമാക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു നിക്ഷേപം നമ്മെ വിശ്വസിച്ച് ഫലമേൽപ്പിച്ചാൽ അത് നഷ്ടമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച നിക്ഷേപമാണ്. അതിൻ്റെ ഗ്രഹവിചാരകന്മാരാണ് വിശ്വാസികൾ. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവരാജ്യ പുരോഗതിക്കും അവൻ്റെ മഹത്വത്തിനുമായി നാം വിനിയോഗിക്കേണ്ടതാണ്. തുടർന്ന് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനമതക്കാരുടെ അതുപോലെ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രലോഭിക്കുകയാണ്. അതെ, ദൈവം തിമോത്തിയോസിനെ ഏൽപ്പിച്ച സത്യസുവിശേഷമാകുന്ന നിക്ഷേപത്തെ നോസ്റ്റിക് തത്വജ്ഞാനികളുടെ ദുരുപദേശങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം. എന്നാൽ ചിലർ ഇത് അംഗീകരിച്ച് ഈ ദുരുപദേശങ്ങൾ കീഴ്പ്പെട്ട് സഭയിൽ തന്നെ ഇരുന്ന് മറ്റു നിഷ്കളങ്കരായ വിശ്വാസികളെ തെറ്റിച്ച് കളയുവാൻ ശ്രമിക്കുന്നുമുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ നിക്ഷേപം, ആ ഉപനിധി സുവിശേഷമാണെന്നും അത് പരിശുദ്ധാത്മാവിൽ കാത്തുകൊള്ളണമെന്നും ഒരിക്കൽ കൂടി പൗലോസ് തിമോത്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൗലോസ് തിമോത്തിക്ക് എഴുതുന്ന ഈ 1-ാമത്തെ കത്ത് അവസാനിപ്പിക്കുകയാണ്. അത് കൃപ എപ്പോഴും കൂടെ ഇരിക്കട്ടെ എന്ന വാക്കോടെ. അതെ, കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം വിജയം. അത് ആശംസിച്ചുകൊണ്ട് പൗലോസ് ഈ ലേഖനം ഉപസംഹരിച്ചു. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.